ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. ഇപ്പോൾ ടൈം ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റ്ല ഡെക്കാത്തലോണിലാണ്. വിച്ചുവിനെ പേഴ്സണലായിട്ട് ഒരാളെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ജിം വെയർ നോക്കണമായിരുന്നു. അങ്ങനെ കയറിയതാണ്. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടായില്ല, നാളെ തൊട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത ഷോപ്പിലൊക്കെ, സ്പോർട്സ് ഷോപ്പിലൊക്കെ നോക്കിയിട്ട് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിച്ചു ഇന്നിങ്ങനെ പോകുന്നപ്പോഴത്തേക്ക് ഞാനും കൂടെ കയറി പോകുന്നതാണ്. എനിക്ക് കുറച്ച് ടീഷർട്ട്സും 1-2 പാൻസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ടീഷർട്ട്സൊക്കെ സ്റ്റാർട്ടിങ് 299 എന്താണ്, പാൻസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണത് 799 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. പക്ഷേ എങ്കിൽ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ അത്ര നല്ല മെറ്റീരിയലാണ്. ജിം വെയർ ആയിട്ടുള്ള പാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 699 ആ ഒരു റേഞ്ചിലാട്ടോ. 699, 999 റേഞ്ചിലൊക്കെ ഉള്ളൂ. ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ മെറ്റീരിയൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര സൂപ്പർ സ്ട്രക്ചറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും, വെറ്റ് ആവുകയാണെങ്കിലും പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പ് ക്ലോത്താണ്. നല്ല മെറ്റീരിയലാട്ടോ. ഷൂസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഷൂസും ഉണ്ടായിരുന്നു. ഇപ്പോൾ റണ്ണിങ് ഷൂസ് ആണെങ്കിലും അതെ, അതുപോലെ വാക്കിംഗ് ഷൂസ് ആണെങ്കിലും അതെ, എല്ലാ ടൈപ്പിലുള്ള ഷൂസ് ഉണ്ടായിരുന്നു. ഷൂസ് എനിക്ക് തോന്നുന്നു 799 699 ആ റേഞ്ച് എന്തോ തോന്നുന്നു സ്റ്റാർട്ടിങ് വരുന്നത്. തീരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല ഷൂസ് ആട്ടോ. സൈക്കിളൊക്കെ ആണെങ്കിൽ ഒരു 6000 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ തന്നെ ഏത് എമൗണ്ട് അതെനിക്ക് അറിയത്തില്ല. ഞാൻ ആ ഒരു സെക്ഷൻ വലുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു ടൈമിൽ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. വിച്ചുവാണ് ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത്. കിഡ്സിൻ്റെ ആണെങ്കിലും നമ്മൾ സൈക്ലിങ്ങിനൊക്കെ ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. 799 ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിഡ്സിൻ്റെ കുറേ ബോൾസ് ഒക്കെ ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്ക് പാക്സ് ഒക്കെ ഓഫറിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചെന്നിട്ട് അവിടെ ഓഫറിൽ എനിക്ക് വർത്തായിട്ട് തോന്നിയ 199 ഒക്കെ ആയിട്ട് ബാക്ക് പാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡ്രസ്സൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് പാക്ക് ആയിരുന്നു. നമ്മൾ അതൊരെണ്ണം വിച്ചുവിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഓഫറിൽ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. വേറെ അങ്ങനെ വലിയ ഓഫറായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വിച്ച് ഈ ഒരു പ്ലെയിൻ ഷെയ്ഡ് വരുന്ന ബാക്ക് പാക്ക് എടുത്ത്, അല്ലാണ്ട് കുറേ ഷെയ്ഡ്സ് വരുന്ന, കുറേ ഫ്ലവേഴ്സും കുറേ ഡിസൈൻസ് ഒക്കെ വരുന്ന കുറേ ടൈപ്പ് ബാക്ക് പാക്സ് ഒക്കെ ഗേൾസിനെ പറ്റുന്ന ഒത്തിരി ഉണ്ടായിരുന്നു. വിച്ചുവിന് പ്ലെയിൻ മതി എന്ന് വെച്ചിട്ട് വിച്ചു ഇതാണ് എടുത്തത്. നമുക്ക് വർക്കൗട്ടിൻ്റെ പർപ്പസിനായിട്ടുള്ള ഒത്തിരി മെഷീനറീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ത്രെഡ്മിൽ മെഷീനറീസും അതും ഇതൊക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബോൾസൊക്കെ ഓഫറിന് ഇട്ടേക്കോ 129 109 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ ഡെക്കാത്തലോൺ വരുന്നത്. ഡെക്കാത്തലോൺ എന്നാൽ പ്രൊണൗൺസ് ചെയ്യണം ഡിക്കാത്തലോൺ അങ്ങനെ എന്തോ ആട്ടോ, എന്തോ ഫ്രഞ്ച് വേർഡ് എന്തോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. വിച്ചു പക്ഷേ ഇടയ്ക്ക് വരണ്ട, കാരണം വിച്ചുവിൻ്റെ ഒക്കെ ഷൂട്ട് റൂം ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ വിച്ചു ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെ ബൈ.